السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, സ്നേഹനിധികളായ മുതഅല്ലിം സുഹൃത്തുക്കൾ, കലയുടെ കലവറ പൈതിരുമുന്ന തിരുമുട്ടത്ത് അൽ മുറാഫഖയുടെ പ്രോഡോജലമായ വേദിയിൽ വിദ്യാധനം സർവ്വതിനേക്കാൾ പ്രധാനം എന്ന വിഷയം നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് തൗഫീഖ് നൽകിയ ജഗന്നേതാവായ അല്ലാഹുവിനാണ് സർവസ്തോത്രങ്ങളും. അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, അന്ധതയുടെ കരിമ്പടം പുതച്ചും ലഹരിയും മയക്കുമറുന്ന നെഞ്ചോട് ചേർത്തും ജീവിതം ഒരു ആഭാസമാക്കി മാറ്റുന്ന അഭിനവ യുഗത്തിൽ വിദ്യാധനം സർവ്വതിനേക്കാൾ പ്രധാനം എന്ന വിഷയം ഏറെ പ്രസക്തവും അവിചിത്രപൂർണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിന്റെ നീതിയും നിയമവും നിയന്ത്രണവും മാറ്റിമറിച്ച് ലോക ജനതയുടെ ഹൃദയമുടിപ്പുകളെ നിന്റെ കൈവെള്ളയിൽ വെച്ച് അമ്മാനം മാടാൻ നിനക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ ആയുധം വിജ്ഞാനം പഠിപ്പിച്ച നെൽസൺ മണ്ടലയുടെ വാക്കുകൾ വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനത്തെയാണ് തുറന്നു കാട്ടുന്നത്. അൽ ഉലമാ വറസത്തുൽ അംബിയ എന്ന വചനത്തിലൂടെ പ്രവാചകർ വിശേഷിപ്പിക്കുന്നത് അംബിയാക്കളുടെ അനന്തര അവകാശിട്ടാണ്. കാരണം അംബിയാക്കൾ അനന്തര സ്വത്തോ ദീനാറോ ദിർഹമോ അല്ല, മറിച്ച് സകലമായ ഇരുട്ടിനെയും പ്രകാശങ്ങളാക്കുന്ന സകല നർഗങ്ങളെയും സ്വർഗങ്ങളാക്കുന്നതാണ്. അതേ ഖുർആനിൽ പഠിപ്പിച്ചില്ലേ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമെന്ന് വിശുദ്ധ ഖുർആനിലെ ചോദ്യത്തെ അതിപ്രസമാണ്. അല്ലാഹു തആല ഇൽമു പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മത്സരം തുടരുന്നു.